സുജയ പാർവതി, ഇപ്പോൾ പോരാട്ടം കടുക്കും എന്നതിൻ്റെ സൂചനകളാണ് എന്തായാലും സ്ഥാനാർത്ഥി പട്ടികയിലെ ആദ്യ ചിത്രം തെളിയുന്നതോടുകൂടി മനസ്സിലാവുന്നത്. കോൺഗ്രസിന്റെ കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തമാണ്. 1-2 മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ BJP ആണ് ഇനി വരേണ്ട പട്ടിക. അതും ഏറെക്കുറെ നമുക്ക് ധാരണയുണ്ട്. പോരാട്ടം കടുക്കുമോ? ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അവർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താതെ പല മണ്ഡലങ്ങളിലും അവർക്കിടയിൽ തന്നെ ഏത് പേര് എന്നുള്ളതിൽ ഒരു മത്സരം നടക്കുന്ന സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ വന്ന വാർത്തയും അങ്ങനെയാണ്. പത്തനംതിട്ടയിലടക്കം PS ശ്രീധരൻപിള്ള ഗവർണർ സ്ഥാനം ഒഴിഞ്ഞു വരുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. അപ്പോൾ പൂർണ്ണ ചിത്രമല്ല, ഒരു 75% മത്സര ചിത്രം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ വന്ന മത്സര ചിത്രം വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ഡു ഓർ ഡൈ ബാറ്റിലാണ്. അതിപ്പോൾ കോൺഗ്രസിനായാലും CPIM-നായാലും LDF-നായാലും UDF-നായാലും അങ്ങനെ തന്നെയാണ്. കാരണം 2019 ഒരു ഭാഗ്യം കൊണ്ട് കിട്ടി എന്ന ഒരു പരിഹാസം UDF കേട്ടിരുന്നു ഇടതുപക്ഷത്ത് നിന്ന്. അല്ലായിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നായേനെ എന്നാണ് അന്ന് ഇടതുപക്ഷം ഊറ്റം കൊണ്ടതും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തവണ ആ ഒരു സിറ്റുവേഷൻ അല്ല. ശബരിമല പോലൊരു വിഷയം മുന്നിലില്ല. കൃത്യമായി രാഷ്ട്രീയ വോട്ടുകൾ രണ്ട് ഭാഗത്തേക്കും വരുന്നത്. ഒപ്പം NDAക്ക് അവർ അവകാശപ്പെടുന്ന രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വോട്ട് വിഹിതം അവരുടെ പെട്ടിയിലേക്കും വീഴണം. അപ്പോൾ 2019-നേക്കാൾ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദി അല്ലെങ്കിൽ ആ ഒരു കളം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് യോജിക്കുന്ന സ്ഥാനാർത്ഥികളെന്ന് അതാത് പാർട്ടികൾ കരുതുന്നവരെയാണ് മത്സര രംഗത്തേക്ക് ഇറക്കുന്ന പതിവ് നമ്മൾ കാണുന്നത്. ഇത്തവണയും അതേ രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ പട്ടികയെക്കുറിച്ച് ഇന്നലെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. ജില്ലാ സെക്രട്ടറിമാർ, പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങി കയ്യിലുള്ളവരെ എല്ലാവരെയും ഈ പ്രതിച്ഛായ പോരാട്ടത്തിന് വേണ്ടി അവർ രംഗത്തിറക്കി കഴിഞ്ഞു. അതായത് പ്രതിച്ഛായ എന്ന് പറയുന്നത് കോൺഗ്രസിനേക്കാളും ഇപ്പോൾ ഇടതുപക്ഷത്തിനാണ് മെച്ചപ്പെടുത്തേണ്ടത്. കാരണം തുടർ ഭരണത്തിലൂടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2021 കിട്ടിയ തുടർ ഭരണം അത് ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ല, മറിച്ച് അർഹതപ്പെട്ടതായിരുന്നു എന്ന് തെളിയിക്കാൻ 2024 കൂടുതൽ സീറ്റുകളിലേക്ക് പോകേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രശ്നം അവരുടെ മുന്നിലുണ്ട്. പ്രൂവ് ചെയ്യേണ്ടത് CPIM-നാണ് കോൺഗ്രസിനേക്കാളും. കോൺഗ്രസിന് കഴിഞ്ഞ തവണ 19 സീറ്റുകളിലേക്ക്, UDF-ന് 19 സീറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇപ്പോൾ തോമസ് ചാഴികാടൻ മാറിയതോടെ 18-2 എന്ന് പറയാമെങ്കിലും. അപ്പോൾ മത്സരം കടുക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ജനപ്രിയ സർക്കാരാണ് എന്ന് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ ഒരു ലിറ്റ്മസ് ടെസ്റ്റായി മാറാൻ പോവുകയാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പ്രതിച്ഛായ നല്ലതാണ് അല്ലെങ്കിൽ സർക്കാർ ജനപ്രിയമാണ്, അങ്ങനെയാണെങ്കിൽ സർക്കാരിന് അനുകൂലമായി LDF-ന് അനുകൂലമായി വോട്ട് പെട്ടിയിൽ വീഴും. അപ്പോൾ നേരത്തെ ഉണ്ടായ കനൽ ഒരു തരിയല്ല, ആളിക്കത്തുന്ന ഒരു തീജ്വാലയായി മാറാൻ LDF-ന് കഴിയും. അപ്പോൾ ആ തീജ്വാലയായി ആളിക്കത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നൽകുന്ന സൂചന ഒന്നാമത്തേത് സർക്കാർ ജനപ്രിയമല്ല, രണ്ടാമത്തേത് ഭരണവിരുദ്ധ വികാരമുണ്ട്. എന്തിനാണോ തുടർ ഭരണം തന്നത് അത് നിങ്ങൾ നിറവേറ്റിയില്ല, 2026 നിങ്ങൾ വോട്ട് ചോദിച്ച് വരേണ്ടതില്ല എന്നുള്ള ആദ്യത്തെ ഒരു വാർണിംഗ് അലാം ജനങ്ങൾ LDF-ന് മുന്നിൽ അടിക്കാൻ പോവുകയാണ്. കൃത്യമായി അവർക്ക് സീറ്റെണ്ണം കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ. പിന്നെ വലിയ തോൽവിയിലേക്ക് പോവുകയാണെങ്കിൽ ആലപ്പുഴ കയ്യിൽ നിന്ന് പോകുന്നു, സപ്പോസ് ആലപ്പുഴ കയ്യിൽ നിന്ന് പോകുന്നു, UDF അവകാശപ്പെടുന്നത് പോലെ 20-20 അല്ലെങ്കിൽ NDA ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു, അവർ സീറ്റ് സ്വന്തമാക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ, ചിത്രത്തിലില്ലാതെ പോവുകയാണെങ്കിൽ അത് CPIM എന്ന പാർട്ടിയും ഒപ്പം LDF-ഉം നേരിടുന്ന വലിയ തകർച്ചയുടെ ഒരു തുടക്കമാകും. കാരണം ബംഗാളിലൊക്കെ സംഭവിച്ചത് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ബംഗാളിൽ 35 വർഷത്തിൻ്റെ ഒരു ചരിത്രമാണ് മണ്ണിനടിയിലേക്ക് അങ്ങ് പോകുന്നത്. സമ്പൂജ്യരായി പോവുകയാണ് ഇടതുപക്ഷം. അങ്ങനെ ഒരു തിരിച്ചടിയൊക്കെ ബംഗാളിൽ അല്ലെങ്കിൽ ത്രിപുരയിൽ ഇടതുപക്ഷം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോൾ ബംഗാളിൻ്റെയും ത്രിപുരയുടെയും പാതയിലേക്ക് കേരളം പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് മണ്ണിനടിയിലേക്ക് പോയി വിസ്മൃതിയിൽ ആകാതിരിക്കണം എങ്കിൽ ഈ 2024 അവർ നന്നായി പെർഫോം ചെയ്തേ മതിയാകൂ. അതിനുവേണ്ടിയാണ് അവർ കൃത്യമായി കരുത്തരായ സ്ഥാനാർത്ഥികളെ എങ്ങനെയും വോട്ട് വിഹിതം കൂട്ടുക, വോട്ടിൻ്റെ ശതമാനവും പ്രധാനപ്പെട്ടതാണ് ദേശീയ പാർട്ടി പദവിയിലേക്ക് അടക്കം നോക്കുമ്പോൾ. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടുക എന്നതും പ്രധാനമാണ്. അത് CPI-ക്കായാലും അങ്ങനെയാണ്. CPI അതുകൊണ്ടാണ്, തൃശ്ശൂരാണ് അവർക്ക് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം. അതുകൊണ്ടാണ് അവരവിടെ VS സുനിൽകുമാറിനെ തന്നെ ഇറക്കുന്നത്. മണ്ഡലത്തിലെ ജനപ്രിയത വോട്ടായി മാറി ശക്തമായ ത്രികോണ പോരാട്ടത്തിനൊടുവിൽ സുനിൽകുമാർ ജയിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് CPI-ക്കുള്ളത്. വയനാട്ടിൽ ദേശീയ മുഖമായ ആനി രാജയെ ഇറക്കുന്നു. പക്ഷേ മത്സരം രാഹുൽ ഗാന്ധിയുമായാണ്. വിജയം എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധം CPI-ക്കുണ്ടാകും. പിന്നെ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രന് പാരമ്പര്യം അവകാശപ്പെടാമെങ്കിലും ഇക്കുറി പോരാട്ടം കോൺഗ്രസും BJP-യും തമ്മിൽ നേർക്കുനേറാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ത്രികോണ പോരാട്ടത്തിലേക്ക് പോകുമോ എന്നുള്ളത് സ്ഥാനാർത്ഥി ആരാണ് എന്നത് മനസ്സിലാക്കിയാലേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു ഭരണത്തിൻ്റെ വിലയിരുത്തൽ, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിൻ്റെ കൂടുതൽ മികച്ച ഒരു പ്രതിഫലനം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ മന്ത്രിസഭയാണ്. രണ്ടാം പിണറായി
വിജയൻ മന്ത്രിസഭ. നോക്കൂ, നമ്മുടെ സർവേ ഇപ്പോൾ 18 മണ്ഡലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരിടത്ത് പോലും രണ്ടാം പിണറായി സർക്കാർ കൊള്ളാമെന്ന് ഭൂരിപക്ഷം അഭിപ്രായപ്പെട്ടിട്ടില്ല. അത് ജനങ്ങളുടെ, നമ്മൾ വലിയ സാമ്പിൾ സൈസ് ആണല്ലോ കളക്ട് ചെയ്തത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം ഊഴം എന്ന് പറയുന്നത് മോശമാണ് എന്ന ഒരു വിലയിരുത്തൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മന്ത്രിസഭയിൽ എന്താണ് കൊണ്ടുവന്ന മാറ്റം? പിണറായി വിജയൻ ഒഴികെയുള്ളവർ മാറട്ടെ, പുതുമുഖങ്ങൾ വരട്ടെ. പുതുമുഖങ്ങളെ നിരത്തിക്കൊണ്ട് ആ ഒരു മന്ത്രിസഭയ്ക്ക് ഒരു പുതുമോടി കൊണ്ടുവന്നെങ്കിലും ആ പുതുമോടി ജനം കണക്കിലെടുത്തില്ല. ഞങ്ങൾക്ക് പഴയ തോമസ് ഐസക് വേണമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി കാലത്ത്, ഞങ്ങൾക്ക് പഴയ കെ ശൈലജ വേണമായിരുന്നു ആരോഗ്യമന്ത്രിയായി എന്നൊക്കെ ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട് എന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് ആ റീഡിംഗ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പദവി നോക്കാതെ എല്ലാ തുറുപ്പുചീട്ടും കളത്തിലേക്ക് CPIM ഇറക്കിയിട്ടുണ്ട്. കോൺഗ്രസ് സിറ്റിംഗ് എംപിമാരെ മത്സരിപ്പിക്കുന്നു. സിറ്റിംഗ് എംപിമാരിൽ ജനപ്രിയത കുറഞ്ഞവരുണ്ട് എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം അത് രാഹുൽ ഗാന്ധി പ്ലസ് ശബരിമല, ഈ രണ്ട് ഘടകങ്ങൾ അനുകൂലമായതുകൊണ്ടാണ്. അത് രണ്ടും ഇത്തവണ കാര്യമായി പ്രതിഫലിക്കാത്തപ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിൽ കോൺഗ്രസിന് ആ ഭൂരിപക്ഷം, ആ സീറ്റുകൾ നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യം അവിടെയാണ്. ജയിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ മരണം, ഒന്നുകിൽ ജയം അല്ലെങ്കിൽ മരണം എന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ഇത്തവണ ജയമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല. അപ്പോൾ ത്രികോണ പോരാട്ടത്തിലേക്ക് ചുരുങ്ങിയത് ഒരു 6-7 മണ്ഡലങ്ങളിലും വരും എന്നുള്ളതും അവിടെയൊക്കെ ഈ ഒരു ബ്ലാക്ക് ഹോൾസ് പിടിക്കുന്ന വോട്ടുകൾ നിർണായകമായി മാറും എന്നുള്ളത് ചിത്രം കുറച്ചുകൂടി കടുപ്പിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാകാത്ത സ്ഥിതിക്ക് നമുക്കിതിൽ ഇത്രയും കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ. Meet the editors.